ഞങ്ങളിന്ന് പാടത്തേക്ക് പോവാണ്. ഫോട്ടോഷൂട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പാടത്തേക്ക് പോകുന്നു. പാടം വീഡിയോസ്. ഇതാണ് പാടത്തേക്കുള്ള ഒറിജിനൽ. നമുക്ക് ഇതിന് പോവാം. ഇതാണ് ഒറിജിനൽ വഴി, ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ കുറുക്ക് വഴി. കുറുക്ക് വഴി കൂടെ പോയാൽ വേഗത്തിലെത്താം. അതിന് പോയാൽ ഭയങ്കര ചുറ്റലാ. സൂക്ഷിച്ചാലാണ്. നല്ല സ്ലോപ്പ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയ വ്യൂ അടിപൊളി വ്യൂ ആ. കണ്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോൾ നാട്ടിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ പാലക്കാടായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാം. കണ്ടോ, സൂക്ഷിച്ചിറങ്ങണം. മഴക്കാലത്ത് വരണം, അപ്പോഴാണ് ഇവിടെ അടിപൊളി. ഇത് മറ്റേ ശിവക്കാവിലേക്ക് പോണ വഴി പോലല്ലേ. കുറേ ഇങ്ങനെ ചുമന്ന പൂവുകൾ. എന്താ പറയുക, അയ്യോ ഈ പൂവിന് എന്താ നീ പറയാ? പൂമരത്തിൻ്റെ പൂക്കൾ വീണ് കിടക്കുന്നു. ഇത് തോടാണ്. ഇത് മഴയൊക്കെ പെയ്താൽ അതിൽ കൂടെ വെള്ളം പോകും. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഒന്നുമില്ല. ഇതാണ് പാടം. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. ഇന്നിപ്പോൾ കുറച്ചിങ്ങനെ ഒരു മഴ മൂടൽ പോലെ, കണ്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് ലൈറ്റ് ഇല്ല. കാണിച്ചു തരാം. ട്രെയിൻ വരികയാണെങ്കിൽ ട്രെയിനിനെയും കാണിച്ചു തരാം. നമ്മളിവിടെ അടുത്ത് തന്നെ റെയിൽ പാളൊക്കെ ഉണ്ട്. ഇവിടെയാണ് പൂമരം. ഇതിന്നാണ് വീണ്. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി. ഒരു ഗുഹ പോലല്ലേ. ഒരു പ്രേത സിനിമയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ട്. സിനിമയൊക്കെ ആൾക്കാർ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നോളൂ. ഇവിടെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വി ക്യാൻ ഷൂട്ട് ഹിയർ എന്നൊക്കെ. കണ്ടോ, ആകാശം അടിപൊളി. ഈ അവിടുത്തെ വ്യൂ പൊളിച്ചു. ആൻ്റെ ഇങ്ങോട്ട് നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെന്തത് കുളമല്ലേ? ഗ്രില്ലിട്ടിരിക്കുകയാണ് അതിൽ. ഇവിടെ പശു, പോത്ത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പോത്തല്ലേ അത്? ഇതും പോത്താ? നല്ല രസമുണ്ട്. ആ ഭാഗത്ത് അടിപൊളിയാണ്ടോ. നമ്മളിൽ ചിലതൊക്കെ നമുക്ക് നമ്മളില്ലേ നേരിട്ട് കാണുമ്പോൾ ഭംഗിയുള്ളത് ഫോണിൽ ഉണ്ടാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇല്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഈ ലൈറ്റ് അടിക്കണതും ഈ മേഘങ്ങളും ഫോണിൽ കാണാനാണ് ഏറ്റവും ഭംഗി. നോക്ക്, കണ്ടോ, കണ്ടോ, നല്ല രസമുണ്ട്. എന്താ വരച്ചിട്ട പണിയുണ്ട്.
നമുക്ക് താണ്ടോ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ പോയേക്കാം. ദൂരെ നിന്ന് ഇവിടുന്ന് ഒരു ഭക്തിപ്പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. മാമൻ്റെ വീട്ടിൽ നല്ല അടുത്തുനിന്ന് കേൾക്കും. നമ്മളിവിടുന്ന് കാവുന്ന കേൾക്കണമെന്നുണ്ട് അല്ലേ. കണ്ടു അവിടെ ആ കാണുന്നത് മറ്റേ ഇതാണ് റെയിൽ. അവിടെ നിന്ന് നേരെ വ്യൂ കിട്ടുന്നുണ്ടല്ലേ റെയിലിൻ്റെ അങ്ങോട്ട്. അതാ വരുന്നു. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ടല്ലേ. കുറച്ചുകൂടി അടുത്തേക്ക് പോയാൽ നല്ല രസമുണ്ടാവും. അവിടുത്തെ കാടൊക്കെ വെട്ടി ഇപ്പോൾ ട്രെയിൻ പോകണമെന്ന് നല്ലോണം അറിയാൻ പറ്റും. ഈ നേരത്തെ ഒരു ട്രെയിൻ ഉണ്ടല്ലോ. ശരിയാ, ഈ നേരത്തെ ട്രെയിൻ ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത വഴി. ഇങ്ങനെ കുറേ വഴികളുണ്ട്. ഇതിന് കുറച്ചുകൂടി നടന്നു പോയാൽ ഇവിടെ ഇതേ സൈഡിലേക്ക് തന്നെ വീണ്ടും ഇതേപോലത്തെ വഴികളാണ്. തറവാട്ടിക്ക് ഈ വഴി കൂടെയും പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റില്ല. മൈൻഡൊക്കെ റിലാക്സ് ആവണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ വന്നാൽ മതി. നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇടത്തായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല തണുത്ത കാറ്റുണ്ട്. കണ്ടോ ആ കാണുന്നത് ആ മേഘത്തിൻ്റെ അടിയിൽ കണ്ടോ ഒരു മല. കിട്ടും. എന്താ ഇവിടെ ഒരു മണം? പഴയ വീടുകൾ. നമ്മുടെ തറവാട് പോലെ വേറൊരു വീടാണ് ഇനി കാണിക്കാൻ പോണത്. ഇങ്ങനത്തെ വഴികളും ഇങ്ങനത്തെ വീടുകളൊക്കെയാണ് നമ്മുടെ ലൊക്കയിൽ. ഇപ്പം കുറവാണ്, എന്നാലും അത്യാവശ്യമുണ്ട്. കണ്ടോ പണ്ടത്തെ വീടുകൾ. ഇവിടെ നിന്നൊക്കെ മറ്റേ ഇത് പറഞ്ഞ ഡയലോഗ് പറഞ്ഞാൽ റെഡി ആയിരിക്കും. മറ്റേ മാന്തോപ്പിലേക്ക് തുറക്കുന്ന മുറികൾ, അല്ല ജനാലകളുള്ള മുറികൾ എന്നൊക്കെ പറഞ്ഞാൽ. നെക്സ്റ്റ് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു എസ്തെറ്റിക് വീട്.
ഏതേനെ രാത്രിനെ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാം. ഇനി നമുക്ക് നെക്സ്റ്റ്. സുലഭമായിട്ട് പക്ഷെ നേരത്തെ നല്ല വെള്ളതായോണ്ട് നല്ല അറിയണ്ടായിരുന്നു. മെമു ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ അറിയണ്ട. ഇതെന്താ ഇത് ഗുഡ്സ് ആണ്. ഇത് നന്നായി കിട്ടണമെങ്കിൽ അങ്ങോട്ട് കുഞ്ഞിരാമേട്ടൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ഇപ്പൊ പണ്ടൊന്നും ഇങ്ങനെ കാണില്ലായിരുന്നു. ഇപ്പൊ അവിടെയൊക്കെ അത്ര ഭംഗിയാക്കിയോണ്ടാ കറക്റ്റ് വ്യൂ ഇങ്ങനെ കാണുന്നത്. ഇഷ്കുകൾ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ അത് പോയിട്ടൊന്നുമില്ലല്ലോ. അതാ നിക്കണു. രണ്ടെണ്ണം തിരിച്ചു വന്നു. പണ്ടത്തെ എസ്തറ്റിക് ബാഗ് അലങ്കാരമായിട്ട് ഞാൻ പൂവൊക്കെ വെച്ചില്ല. മാവിൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കി. ഇപ്പം നല്ല കാറ്റാണ്. ഞങ്ങളുടെ ഇവിടെ നല്ലോണം കുറച്ച് നേരത്തെ നല്ല മഴ വന്നതായിരുന്നു. അതൊന്നും പെയ്തില്ല. ഇപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ മഴയൊക്കെ വരും. ഞങ്ങളുടെ അവിടെ പക്ഷെ പെയ്യില്ല. അടുത്തൊക്കെ മഴ. ജസ്റ്റ് ലുക്കിലേക്കൊരു അനന്തഭദ്രം വൈബ് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ശിവക്കാവിലേക്കുള്ള വഴി ശരിക്കും അങ്ങനത്തേക്കൊരു വഴിയാട്ടത്. മുല്ലമുട്ട പൊട്ടിക്കാമോ? അതിന് മുല്ലമുട്ട ആയിട്ടോ? അച്ചമ്മളോട് നിന്ന് ഇന്നലെ കുറച്ച് കിട്ടി. ഇത്ര ചെറിയ കൂടോ? അയ്യോ, പണി ഇതാണ് കിളിക്കൂട്. പണി തുടങ്ങണുള്ളൂ. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. അയ്യോ, ഇനി ഇങ്ങനെ ഇത് വലുതാകുമ്പോൾ നമുക്ക് നോക്കാം. കിളിക്കൂട് ചെറിയ കൂടാട്ടോ. പണി തുടങ്ങിയിട്ടുള്ളൂ. ഒരാഴ്ചയൊക്കെ പിടിക്കും പണി പൂർത്തിയാവുമ്പോൾ. ഇതാണോ? എവിടെ കേബി? ആ ഭാഗത്തുണ്ടോ മുല്ലമുട്ട്? ഇവിടെ എവിടെ? പുറത്ത് സൈഡിലുണ്ടോ നോക്കട്ടെ ഞാൻ. വീഴണ്ടാട്ടോ, ഒരു സ്ഥിതി വീഴും. അതാണ്ടോ? അതാ നമുക്ക് തോട്ട് കൊണ്ട് പൊട്ടിക്കാൻ നിൽക്കണം. കിട്ടി. രണ്ടെണ്ണം എവിടെ? അത് മുള്ള കിട്ടിയോ? ഏ